ചിരുത്തെ ശിവയുടെ കങ്കുവ കങ്കുവ തനിക്ക് എന്തുവാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടു കഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ ചിരുത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടിപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിനയം വല്ലാതെ മോശമാറില്ല. ആകെ അദ്ദേഹം നമ്മുടെ കോക്കിന്റെ റിവ്യൂ ആണ് ആദ്യം തന്നെ വന്നത് എന്നുള്ളതാണ്. അതായത് കങ്കുവ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതായത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെയൊക്കെ കിളി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന അത്ര കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള ഒരു സംഭവം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ചില ആൾക്കാർക്കൊക്കെ കത്തിയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ കോക്കണ്ണനും അത് കത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കോക്കണ്ണൻ്റെ റിവ്യൂ വന്നു. ഞങ്ങൾക്കാണെങ്കിൽ ടിക്കറ്റ് കിട്ടിയത് വൈകുന്നേരം 5 മണിക്കത്തെ ഷോയിൻ്റെതാണ്. ആ ഷോയ്ക്ക് പോകാൻ നോക്കുമ്പോഴേക്ക് റിവ്യൂവിൻ്റെ ബോംബിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ തമ്പുരാക്കന്മാരെല്ലാം റിവ്യൂ ചെയ്യുന്ന തമ്പുരാക്കന്മാർ എല്ലാവരും പറയുന്നത് കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ പരാജയത്തെ പറ്റി തന്നെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ പോകും സിനിമയ്ക്ക്? പോകാതിരുന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 രൂപ നഷ്ടമാണ്. അതുമാത്രവുമല്ല 40 രൂപേൻ്റെ കണ്ണടയുണ്ട്. ഈ കണ്ണട തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ 20 രൂപ തിരിച്ചു കിട്ടത്തുള്ളൂ. ഇത് കൊടുത്തപ്പോൾ ഇത് വാങ്ങിക്കാൻ മറന്നും പോയി. അങ്ങനെ 40 രൂപ അങ്ങനെയും പോയി. ഇതൊക്കെ പോയിട്ട് സിനിമ കൊള്ളാവോ? ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഹുബലി ആക്കാനാണോ ഇവൻ നോക്കിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാനാണോ ഇവൻ നോക്കിയത് എന്നൊന്നും നമുക്കറിയില്ല. ഇന്നത്തെ ഈ സിനിമ കണ്ടു ഇതിൻ്റെ കോടികൾ, ചെലവായ കോടികളൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും വിനയനോടും അതുപോലെ തന്നെ പ്രിയദർശനോടും പിന്നെ നമ്മുടെ ആ ഒരു ഉറുമി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത നമ്മുടെ സന്തോഷ് ശിവനാണെന്നാണ് തോന്നുന്നത്, അദ്ദേഹത്തോടൊക്കെ ഒരുപാട് ബഹുമാനം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഇപ്പോൾ അവസാനമായി 30 കോടി രൂപ ചെലവിൽ ചെയ്ത 3D സിനിമയായ ARM, അതും പിന്നെ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ബഹുമാനം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ അവർ ഇത്രയൊക്കെ മായാജാലങ്ങൾ കാണിക്കുമ്പോഴേ ഇത്രയും വലിയ ബഡ്ജറ്റിൽ എടുത്ത സിനിമകൾ നമ്മൾ കണ്ടപ്പോഴും അയ്യോ, ശരിക്കും പറഞ്ഞ് എന്താ പറയാതെ ഒരു തരത്തിലും നമുക്കത് യോജിക്കാൻ കഴിയാത്ത ഒരു ഇതാണ് നടന്നത്. ഒരു സീന് പോലും മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സീനില്ല. അതുപോലെ തന്നെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പാട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡയലോഗില്ല, ഇതൊന്നുമില്ല. വെറും അലറൽ മാത്രം. പിന്നെ 3D എന്ന് പറയുന്ന സംവിധാനം ബഹുപരാജയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3Dയിൽ കാണുമ്പോൾ ഞാൻ ഈ പിന്നെ PUBG ഒക്കെ കളിക്കുന്നില്ലേ, അപ്പോൾ ഈ ഒരുത്തം പോകുന്നില്ല ഈ തോക്കും എടുത്തിട്ട്, ആ തോക്കും എടുത്തിട്ട് PUBG കളിക്കുമ്പോൾ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ആൾക്കാരൊക്കെ എന്താണ് ഈ പാവക്കുട്ടികൾ എടുത്ത് കളയുന്നത് പോലെയാണ്. ഇത്രയും വൃത്തികേടുള്ള ഒരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്, സൂര്യ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 10 പൈസക്കില്ലാത്ത തിരക്കഥയായി പോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടെ കാര്യം പിന്നെ പറയാനേ ഇല്ല. കാരണം വെച്ചാൽ അയാൾക്ക് ഈ പണിയും നിർത്തിയിട്ട് ശിവ എന്നാണ് പേര് എന്ന് പറയുന്നുണ്ട്. ഏതായാലും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഇന്ന് ചിരിയാണ് വരുന്നത് എല്ലാവർക്കും. അതായത് ഇവർ ഭയങ്കരമായിട്ടുള്ള സീനൊക്കെയാണ് എടുത്തത്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ചിരിയായിട്ടാണ് തോന്നുന്നത്. എന്തൊരു സീനാണ്, എന്തൊരു വൃത്തികെട്ട സീനാണ് എന്നുള്ളതാണ്. ഒരു തരത്തിലും നമുക്ക് ആ ഒരു ചില സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോടികൾ മുടക്കിയതാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചു കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. ഇനി നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ കയറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം വേണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, ഒരു തരത്തിലും നമുക്ക് ഉറങ്ങാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവന് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനം കൊടുക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം നമ്മൾ ഉറങ്ങി തീർക്കും ഈ സിനിമ എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഉറക്ക് വരും. അതായത് ഇവന്മാർ അതുപോലെയാണ് പണി വെച്ചിരിക്കുന്നത്. ഏതൊക്കെയോ സിനിമയിൽ നിന്ന് എന്തൊക്കെയോ ഷോട്ടുകൾ ഇവിടെയും അവിടെയും തൊടാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം ബോബി ഡിയോളിനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മനുഷ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, എന്ത് റോളാണ് കൊടുത്തിരിക്കുന്നത്? വെറുതെ കുറേ മറ്റേ ഇതില്ലേ
വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയില്ലേ അതിൻ്റെ മാല ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് തന്നെയാണ്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒരു കോപ്പ് പോലും മനസ്സിലാകുന്നുമില്ല. പിന്നെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സങ്കല്പമേ അതിൻ്റെ അകത്ത് ഇല്ല. അതായത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പോകുന്ന ഒരു സിനിമ. ഇതാണ് ഇന്ന് കണ്ട കങ്കുവാ. കങ്കുവാ വെറും അലർച്ച മാത്രം. ഒരുപാട് അലറലുണ്ട് കേട്ടോ. അലറൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അലറലാണ്. അത് ഭയങ്കര തിയേറ്റർ ഇങ്ങനെ മുഴക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ മേലെ ഇനിയൊരു സിനിമ വരാനില്ല എന്ന്. അതായത് ഏറ്റവും വലിയൊരു പിന്നെ എന്താ പറയേണ്ടത് ഒരു അലറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലുണ്ട്. ഇത് സൂര്യനെ ശരിക്കും കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സൂര്യയെ ഇവിടുന്ന് ഫീൽഡ് ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്ത പണിയാണോ എന്നുള്ളത് വരെ നമുക്ക് സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. അതായത് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ആരും തന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരിത് പോയി കാണുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇഷ്ടപ്പെടും. അതിൻ്റെ അകത്തുള്ള വേഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഫൈറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴേ കാരണം ഓരോ സ്രാവിനെയൊക്കെ കാണുമ്പോഴില്ലേ പെറ്റ തള്ള സഹിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും കോക്ക് ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ കോക്കിനെ നമ്മൾ തൊഴണം. അതായത് ഈ കോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അയാൾ. ഇതൊന്നും പോരാ. അത് ഈ സിനിമയുടെ ഒരു അവസ്ഥക്ക് എന്ന് പറഞ്ഞാൽ അയാൾ കുറച്ചും കൂടി പറയേണ്ടതാണ്. അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില കാര്യങ്ങളൊക്കെ കോക്ക് പറയുന്നത് അച്ചട്ടം ശരിയാണ്. ഇനിയിപ്പോൾ മലയാളികൾ പറയും, മലയാള സിനിമാക്കാർ ചിലപ്പോൾ പറയും കോക്കിനെ കൊണ്ടുപോയിട്ട് ജയിലിലിടണം എന്ന്. അതായത് കോക്കിനെ ജയിലിലിടണം, അതുപോലെ കോക്കിനെ പിന്നെ എന്താ പറയുക തൂക്കി എറിയണം എന്നൊക്കെ പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, 150 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. അതുപോലെ 40 രൂപയാണ് ഈ കണ്ണടക്ക് മേടിക്കുന്നത് ഇവന്മാർ. എന്നിട്ടും മര്യാദയ്ക്കുള്ള സാധനം എടുത്ത് വെക്കാൻ കഴിവില്ലെങ്കിൽ ഇതിനൊന്നും നിൽക്കരുതടോ. ഇതിനൊന്നും നിൽക്കരുത്. ഇതുപോലെ ഊമ്പിയ പരിപാടിക്ക് ഒരുത്തനും നിൽക്കാൻ പാടില്ല. ഇമാതിരി തോന്നിയവാസം കാണിച്ചു വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും പറയുമ്പോൾ റിവ്യൂ ബോംബിങ് മറ്റേ ബോംബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ പറയും. നമ്മുടെ സമയമാണ് പോയത്. 3 മണിക്കൂർ സമയം കളഞ്ഞു. നമ്മുടെ പോക്കറ്റിലെ പൈസ പോയി. അവിടെ എത്തിയിട്ട് മര്യാദയ്ക്കുള്ള ഒരു സിനിമ എടുത്ത് വെക്കാതെ ഇതിൻ്റെയൊക്കെ നിർമ്മാതാക്കൾ എവിടെ നിന്നാണോ കഥ കേൾക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ജനങ്ങളെ പറ്റിക്കുക എന്ന് പറയുന്നില്ല, അത് പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക. ഇതാണ് യുവമാരൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്തു പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ പൈസ തിരിച്ചു കിട്ടുമോ എനിക്ക് വേണം പടം കാണാണ്ട്. അവരവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ഒരു കാരണവശാലും റീഫണ്ടിങ് ഇല്ല. അതുപോലെ മറ്റൊരു സിനിമയ്ക്ക് പിന്നെ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് തരില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും ഇത് ക്യാൻസൽ ചെയ്തിട്ട് നേരെ വേറെ ഏതെങ്കിലും ഒരു സിനിമക്ക് കയറിയാണ്. അത്രത്തോളം ഒരു ദുരന്തമായി മാറിയ ഒരു സിനിമയാണ് കങ്കുവാ. കങ്കുവാ കങ്കുവാ ഇത് തന്നെയായിരുന്നു. വേറെ എന്തെന്നാ ഉള്ളത്? പിന്നെ അവസാന കാലത്തൊന്നും പറയുമോ വേണ്ട, ഇനി ഇതിൻ്റെ 2ാം ഭാഗവും കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അത് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം തന്നെ ബുക്ക് ചെയ്യില്ല. ഒരു സിനിമ പോലും ഞാൻ ഇനി ബുക്ക് ചെയ്യില്ല. മതിയായി എനിക്ക്. ഇത് 2-3 സിനിമ, അതായത് ഒന്ന് നമ്മൾ ഇന്ത്യൻ, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ എന്താ പറയേണ്ടത് രജനീകാന്തിൻ്റെത്. പിന്നെ അതുപോലെ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ പടം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്തോട് കൂടിയിട്ട് മതിയായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അധ്വാനിക്കുന്ന പൈസ ഇവന്മാർക്ക് എന്തിനു കൊണ്ട് കൊടുക്കുന്നതോ. ബൈ ബൈ, പിന്നെ കാണാറുണ്ട്.